എനിക്ക് സഹായത്തിന് ഒരാളെ കിട്ടിയിരുന്നേ കൊള്ളായിരുന്നു. അതായിരുന്നു ഞാൻ വരാം. ഞാൻ വന്ന് പാത്രം കഴുകി തരാം. മലയാളികളെ വലിയ മനസ്സ്. വാ. പൈസ തന്നിട്ട് ഞാൻ പാത്രം കഴുകി തരാം. അല്ല പറഞ്ഞതോ? നിനക്ക് ഒരാളിനെ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ വിളിച്ച് വരുത്തി എവിടുന്നേലും. ഒരു വേലക്കാരിയെ നിർത്തിയാലോ മലയാളി? വേലക്കാരിയോ? ഈ തറവാട്ടി പെണ്ണുങ്ങളെ കെട്ടാൻ പറ്റത്തില്ലെന്ന് ഞാൻ പറഞ്ഞില്ലോ. എനിക്ക് പെണ്ണുങ്ങളെ ഇഷ്ടമല്ല. നീ എന്തിനാ വേലക്കാരി ഇവിടുന്ന് കൊണ്ടിരുന്നത്? എനിക്ക് കൈസഹായത്തിനായിട്ട്. കൈസഹായത്തിന് ഇപ്പൊ ഞാൻ പറയട്ടെ, ഒരു വേലക്കാരൻ വന്ന് ഒരു വേലക്കാരി വന്നു കഴിഞ്ഞാല് നീ എന്തോ ചെയ്യും? ഞാനിങ്ങനെ കോർഡിനേഷൻ ഒക്കെ ചെയ്ത് ഇങ്ങനെ. നൈസ് പണി കൊള്ളാം. നിന്റെ കോർഡിനേഷൻ ഒന്നും വേണ്ട. ഞാൻ കേശവനോട് പറഞ്ഞിട്ടുണ്ട് ഒരു വേലക്കാരനെ പറഞ്ഞു വിടണമെന്ന്. കേശവൻ പറഞ്ഞു വിടും. അയ്യോ ഞാനേ ഒന്ന് കിടന്നിട്ട് വരാമടാ. എന്തൊരു ശല്യമാണെന്ന് അറിയാമോ? എന്നും എന്നിട്ട് ഉപദ്രവ. 20 വർഷമായി ഞാൻ ഇവിടെ നിൽക്കുന്നു. ഞാൻ ആ കേശവനോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഒരു പുരുഷനോട് വരണമെന്നല്ല ഞാൻ പറഞ്ഞത്, ഒരു വേലക്കാരിയെ കൊണ്ടുവരണമെന്നാണ് പറഞ്ഞത്. കാരണം ഇയാളെ ഞാനൊരു പാഠം പഠിപ്പിക്കുമെന്ന്. എന്നിട്ട് ഇവിടുത്തെ രാജാവായിട്ട് ഞാൻ അങ്ങനെ ജീവിക്കും. നല്ല രസമുണ്ട് കേട്ടോ. ഇയാളുടെ ഇന്ന് സ്വത്ത് തട്ടിപ്പറിച്ചിട്ട് വേണം ഇവിടുത്തെ പേർലിമണിയോ പെണാണി ഇതുപോലും അറിയാതെ ഈ സ്വത്തുക്കൾ മുഴുവൻ ഞാൻ മേടിക്കാൻ പോകുന്ന എന്റെ ദൈവമേ. എവിടെ കയറി പോവാ? കേശവൻ പറഞ്ഞു വിട്ടതാ. അതായിരുന്നാ ഞാൻ വിചാരിച്ച ആരായാലും തറച്ചക്രം കത്തിച്ചു വിട്ടായിരിക്കും. എന്നിട്ട് ഈ തറ എന്റെ ചുറ്റുമുള്ള കടകടത് ഇറങ്ങ്. അങ്ങനെ പോകാൻ പറ്റത്തില്ല. ഞാൻ കേശവൻ പറഞ്ഞിട്ട് ഇവിടെ ജോലിക്ക് വന്നാ. കേശവൻ പറഞ്ഞിട്ട് വന്നാണോ? എന്റെ ദൈവമേ, ഒരുപാട് നാൾ കാത്തിരുന്നിട്ട് വന്ന കേട്ടോ. ഇവിടുത്തെ മുതലാളി എന്ന് പറഞ്ഞാലുണ്ടല്ലോ ഭയങ്കര സ്ത്രീ വിരോധിയാ. പുള്ളിക്കൊരു പണി കൊടുക്കണം. അതിനുവേണ്ടി ഞാൻ ഒരു സ്ത്രീയോട് വരാൻ പറഞ്ഞത്. ഭയങ്കര സ്ത്രീ വിരോധി സ്ത്രീ വിരോധി എന്ന് വെച്ചാ ഉദാഹരണം പുള്ളിയുടെ അനിയത്തിയാവട്ടെ, ചേച്ചിയാവട്ടെ, കുഞ്ഞമ്മയാവട്ടെ, എന്തിന് പുള്ളിയുടെ അമ്മയെ പോലും പുള്ളിക്ക് ഇഷ്ടമല്ലേ. ഈ പുള്ളിയിലെ വെള്ളായണി കാർഷിക സർവകലാശാലയിൽ വികസിപ്പിച്ചെടുത്താണോ? അല്ല ഈ പെറ്റമ്മേനെയൊക്കെ ഇഷ്ടമല്ലെന്ന് പറഞ്ഞ ആൾക്കാരെ ഞാൻ കണ്ടല്ല. എന്റെ പേര് പാൻമണി. അത് ഇങ്ങനെ ഒരു പേര്? ഞാൻ എവിടെ ചെന്നാലും എന്നെ 2 ആഴ്ച കഴിയുമ്പോ തന്നെ ബാൻ ചെയ്ത് കളയും. അതെന്താ? അല്ല ഇതിനു മുമ്പ് ഇതിനു മുമ്പ് നമ്മുടെ കളക്ടർ സാറിന്റെ വീട്ടിലായിരുന്നേ. അവിടുന്ന് എന്താ പോരാൻ കാരണം? അവിടെ ഒരുപാട് ആൾക്കാരുണ്ട്. അവരെല്ലാവരും ഷുഗർ കട്ടായിരുന്നേ. അതുകൊണ്ട് ഇവര് ഷുഗർ ഉപയോഗിക്കാത്തവര് ഒരുപാട് ഷുഗർ ബാക്കി വരും. അത് ഞാൻ കട്ടായിരുന്നേ. അപ്പം മോശം. അങ്ങനെ പറയാം. അങ്ങനെ പറയൂ. അപ്പം ബാൻമണി, എന്തോ നമ്മള് രണ്ടുപേരും ഇവിടെ ഒന്നിച്ച് നിന്നാ ഇവിടെ പാലാതെ നടക്കും. സെന്റിമെന്റ്സ് ഒഴുക്കി കളഞ്ഞപ്പോഴേ എനിക്ക് തോന്നിയതാ ഈ വക ഉളായ്പ കൊണ്ട് നീ എന്റെ അടുത്ത് വരുമെന്ന്. ഉളായ്പായിട്ട് വന്നതല്ല. ഈ ഞാൻ ഒന്നിച്ച് നിന്നാ ഈ പുള്ളിയെ നമുക്കൊരു പാഠം പഠിപ്പിക്കാം. ഈ പുള്ളിനെ ഈ ബാൻമണി പാട്ടിലാക്കും. എന്നാ ആ പാട്ടിന് പുള്ളി പാരടി ഉണ്ടാക്കും. അത്രയും മുതലാത്. പാരടി കാസറ്റ് ഞാൻ ഫുട്പാത്തിലിട്ട് വിൽക്കും. ഉറപ്പാണോ? ഞാൻ എന്ത് പറഞ്ഞാലും എന്റെ കൂടെ നിന്നോളാം. ഞങ്ങള് രണ്ടുപേരും കൂടെ പുള്ളിനെ പുറത്ത് ചാടിച്ചിരിക്കും. നിനക്കൊരു സെക്കൻഡ് എൻട്രി ഉണ്ടേ. ഇനി സെക്കൻഡ് എൻട്രി ഉണ്ടോ? അതിൽ വരുമ്പോ നീ ഭയങ്കര നിഷ്കളങ്കയായിട്ടേ വരാവുള്ളൂ. പാവം ബാൻമണിയായിട്ട് വരും. പാവം ബാൻമണി. ഓക്കെ വിട്ടോ. ഓക്കെ പുള്ളി ഇപ്പൊ കടന്നിട്ട് വരാന്ന് പറഞ്ഞാ എന്തോ കിടന്നിട്ടങ്ങോട്ട് ശരിയായില്ലേ? തല കുത്തി കിടന്നിട്ടങ്ങോട്ട് ഉറക്കം വരുന്നില്ല. ഇതെടുത്തിട്ട് അവിടെ കൊണ്ട് വെക്കണം. തട്ടിമറിച്ച് ഞാൻ കളയും. ഞാൻ മറന്നുപോയി. അയ്യോ, വേലക്കാരൻ വരുന്നുണ്ട്. എന്താ ഈ കേശവൻ ഒരാളുടെ കാര്യം പറഞ്ഞിട്ടുണ്ട്. അയാളിപ്പോ വരും. വരട്ടെ, എങ്ങനെയുണ്ടെന്ന് എനിക്ക് അറിയണം. ഇവിടെ ആരും ഇല്ലേന്ന് ചോദിക്കുന്നു മലയാളി. അയ്യോ ആരാ? കേശവൻ പറഞ്ഞിട്ട് വന്നതാട്ടോ. ആണുങ്ങളായിരിക്കും. ഇങ്ങ് കേറി പോരൂ. ഈ വീട്ടിലൊരു സ്ത്രീയോ? അയ്യോ, ഈ വീട്ടിലൊരു സ്ത്രീയോ? എത്ര അസംബന്ധമോ? എത്ര അസംബന്ധം? എന്നാ ഞാൻ പറയാനൊക്കെ നീ പറയാകട്ടെ. എനിക്കിട്ട് ടപ്പ് ചെയ്യുന്നോളാം.